സർ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഇതൊക്കെ ഒരുപക്ഷെ CPM-ന്റെ കോട്ടകൾ തന്നെയാണ്. പക്ഷെ ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ CPM-നെ ഇത് ബാധിക്കാൻ സാധ്യതയില്ലേ? ഒരു നഷ്ടം തന്നെ CPM-ന് ഉണ്ടാവില്ലേ? UDF കയറുകയില്ലേ? ഇതിനകത്ത് ഈ പൊതുവെ കേരളത്തിൽ മുഴുവൻ ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. അത് നമ്മൾ നിലമ്പൂരിൽ കണ്ടതാണ്. ആ സാഹചര്യം, ആ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഓരോ ജില്ലയിലേക്കും പോയാൽ അവിടങ്ങളിലൊക്കെ തന്നെ LDFന് ശക്തമായ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം BJP കൂടി ഇവിടെ വലിയൊരു സ്പേസ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യം വരുമ്പോൾ LDFന് നഷ്ടം സംഭവിക്കും. UDFന് എത്രത്തോളം വിജയം ഉണ്ടാകും എന്നുള്ളതും നമുക്കറിയേണ്ടിയിരിക്കുന്നു. ഇതിപ്പോൾ നമുക്ക് പത്തനംതിട്ടയും കോട്ടയം, ഇടുക്കി ഈ 3 ജില്ലകളിൽ CPM-ന് ചില നഷ്ടമുണ്ടാകാൻ പോകുന്നുണ്ട്. LDFന് തന്നെ നഷ്ടം സംഭവിക്കും. ഇപ്പോൾ പരമ്പരാഗതമായി ഈ 3 ജില്ലകളും UDFന് അനുകൂലമായി വന്നിട്ടുള്ള സാഹചര്യമാണ്. പക്ഷേ 2016-ലും 2021-ലും LDFന് അനുകൂലമാണ്. കാരണം 99 സീറ്റുമായിട്ടാണല്ലോ 2021-ൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സീറ്റ് നഷ്ടപ്പെടുകയും 98-ലെത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പത്തനംതിട്ട ജില്ലയെ തന്നെ നോക്കുക. പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളുള്ളതിൽ 5ഇടത്തും LDF ആണ്. കോട്ടയം ജില്ലയിലെ 9 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ 5ഇടത്ത് LDF, 4ഇടത്ത് UDF. ഇടുക്കി ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളുള്ളതിൽ 4 LDFും 1 UDFും മാത്രമാണുള്ളത്. ഇത് ഈ 3 ജില്ലകളിലായിട്ട് 19 സീറ്റുകളാണ് ഉള്ളത്. ഇതിൽ 14ഇടത്ത് LDF, 3 ജില്ലകളിലായിട്ട്, 5ഇടത്ത് UDF. 14ഇടത്ത് LDF, 5ഇടത്ത് UDF. 2026-ലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇത് നേരെ തിരിയാൻ പോവുകയാണ്. UDFിലേക്ക് പോകും ഒരു 12 മുതൽ 16 സീറ്റ് വരെ എന്നാണ് കണക്ക് കൂട്ടാൻ കഴിയുന്നത്. ബാക്കി ഒരു 3-4 സീറ്റിൽ ഒതുങ്ങേണ്ടി വരും LDFന്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലേക്ക് തന്നെ ആദ്യം പോയാൽ അവിടെ ഇപ്പോൾ 5ഇടത്തും LDF ആണ് നിൽക്കുന്നത്. ഇതിൽ കോന്നിയിലേക്ക് വരിക. കോന്നി നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് മുൻപ് കോൺഗ്രസിൻ്റെ കയ്യിൽ ഇരുന്നതാണ്. അടൂർ പ്രകാശായിരുന്നു. അടൂർ പ്രകാശിനെ ഈ കോൺഗ്രസ്സുകാർ തന്നെ കൊണ്ടുപോയി ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചു വിട്ടു. അവിടെ കൊണ്ടുപോയി ഒതുക്കിയിരുത്തി. അത് പിന്നീട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അത് CPM-ന്റെ കയ്യിലേക്ക് പോയി. ഈ 2021-ലും ജനീഷ് കുമാർ അവിടെ നിന്ന് വിജയിച്ചു. ഈ അടൂർ പ്രകാശ് ഇപ്പോൾ UDF കൺവീനർ കൂടിയാണ്. അടൂർ പ്രകാശിനെ തിരികെ കോന്നിയിലേക്ക് കൊണ്ടുവന്നാൽ അടൂർ പ്രകാശ് ആയിരിക്കും മത്സരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതല്ല, പഴകുളം മധു ആയിരിക്കും അവിടെ മത്സരിക്കുക എന്നും പറയുന്നുണ്ട്. അടൂർ പ്രകാശിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടൂർ പ്രകാശിന് വളരെ ജനപിന്തുണയാണ് കോന്നിയിലുള്ളത്. വളരെ വികസന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയും. മറ്റൊന്ന് പത്തനംതിട്ടയിലെ ആറന്മുള 2016-ലും 2021-ലും CPM-ൽ നിന്ന് വീണ ജോർജാണ്. 2021-ൽ വന്നപ്പോൾ വീണ ജോർജ് ആരോഗ്യമന്ത്രിയായി മാറുകയും ചെയ്തു. വീണ ജോർജിനെ കുറിച്ച് കേരളം ഒട്ടുക്കും പരാതിയുണ്ട്. മണ്ഡലത്തിലും പരാതികൾക്ക് മേൽ പരാതിയാണ്. ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. മണ്ഡലത്തിന് യാതൊരു വികസനവുമില്ല. ആരോഗ്യരംഗത്തുണ്ടാക്കിയ തകർച്ച മുഴുവൻ LDF സർക്കാരിൻ്റെ ഇമേജിനെ പോലും ബാധിച്ചു എന്നുള്ളത് കൊണ്ട് ഇവിടെ ആറന്മുളയിൽ CPM പ്രവർത്തകർക്കിടയിലും വീണ ജോർജിന് എതിരുണ്ട്. അപ്പോൾ CPM വോട്ടിൽ തന്നെ ഭിന്നത വന്നിരിക്കുകയാണ്. അവിടെ കോൺഗ്രസ്സുകാർ ഒരുപക്ഷെ അച്ചു ഉമ്മനെ ഇറക്കാൻ സാധ്യതയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകൾ എന്നുള്ള രീതിയിൽ അവിടെ വലിയൊരു മുന്നേറ്റം കുറിക്കാൻ സാധിക്കും. ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇതെല്ലാം അനുകൂല ഘടകമാണ്. CPM നഷ്ടപ്പെടും. പിന്നെ പാർട്ടിയിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? വരാൻ സാധ്യതയുണ്ട്. കാരണം രാഷ്ട്രീയത്തിലേക്ക് വരാൻ മുമ്പ് പുതുപ്പള്ളിയിൽ മത്സരിക്കുമെന്ന് വരെ പറഞ്ഞു കേട്ടതാണ്. പക്ഷേ ചാണ്ടി ഉമ്മന് വേണ്ടി വഴിമാറി കൊടുക്കുകയാണ് ചെയ്തത്. ഇനി റാന്നിയിലേക്ക് വന്നാൽ, റാന്നി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. 2021-ല് ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ റാന്നി മണ്ഡലം CPM-ൽ നിന്ന് കേരള കോൺഗ്രസിന് കൊടുത്തു.
അങ്ങനെ അവിടെ നിന്ന് പ്രമോദ് നാരായണൻ ജയിച്ചു. പ്രമോദ് നാരായണൻ ജയിച്ചിരിക്കുന്നത് വെറും 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ്. ശക്തനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഇറക്കി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാമെന്നുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരവും കേരളത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് റാന്നിയും ഇവർക്ക് തിരിച്ചു പിടിക്കാം. അപ്പോൾ കോന്നിയും ആറുമുളയും റാന്നിയും, പിന്നെയുള്ളത് അടൂര്. അടൂര് ചിറ്റയം ഗോപകുമാറാണ്, ഡെപ്യൂട്ടി സ്പീക്കറാണ്, CPI ആണ്. 2900 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത്. അവിടെ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ഒരു ഒത്തൊരുമയുണ്ടെന്നുണ്ടെങ്കിൽ അതും തിരിച്ചു പിടിക്കാം. പിന്നെ വരുന്നത് മാത്യു ടി തോമസ് ജനതാദളിലെ MLA ആയിട്ടിരിക്കുന്ന തിരുവല്ല മണ്ഡലമാണ്. തിരുവല്ലയിൽ അവിടെ ശക്തനായ മർത്തോമ സഭയിലുള്ള ആരെങ്കിലും ആയിരിക്കും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് എന്ന് പറയുന്നുണ്ട്. മാത്യു ടി തോമസിലൂടെ തിരുവല്ല മണ്ഡലത്തിന് വലിയ വികസനം ഉണ്ടായിട്ടില്ല എന്ന് പരക്കെ ആക്ഷേപമുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള തലക്കനമോ ഒന്നുമില്ലാതെ വളരെ ലാളിത്യത്തോടു കൂടിയ ഒരു MLAയും മുൻപ് ഗതാഗത മന്ത്രിയുമായിരുന്നിട്ടുള്ള ആളാണ് മാത്യു ടി തോമസ്. അപ്പോൾ ഒരുപക്ഷെ തിരുവല്ല ഒഴിച്ച് ബാക്കി ഇവർക്ക് 4 മണ്ഡലവും UDFന് സുഖമായി പിടിക്കാം. പിന്നെ വരുന്നത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ 5 എണ്ണം LDFന് 4 UDFനുമാണ്. 5 എണ്ണം എന്ന് പറയുമ്പോൾ ഇത് കേരള കോൺഗ്രസിൻ്റെ തട്ടകമാണ് കോട്ടയം ജില്ല. അവിടെ CPMന് ഒരു നിയമസഭാ സീറ്റ് മാത്രമേ ഉള്ളൂ. അത് ഏറ്റുമാനൂരാണ്. മന്ത്രി VN വാസവൻ്റെ മണ്ഡലമാണ്. CPIക്ക് ഒരു മണ്ഡലം, അത് ആശയാണ്. CPIയുടെ അത് വളരെ സുരക്ഷിതമായ കോട്ട തന്നെയാണ്. പക്ഷേ ഇക്കുറി ഏറ്റുമാനൂരിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. VN വാസവനെതിരെ പരക്കെ പരാതിയും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ഈ ഏറ്റുമാനൂർ മണ്ഡലം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് തിരിച്ചെടുത്തിട്ട് കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും തന്നെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വിജയത്തിലേക്ക് പോവുകയും ചെയ്യും. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനാണ് പിന്നെ 3 സീറ്റുള്ളത്. പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി. ഇവിടെ ഈ ജോസ് കെ മാണി വിഭാഗം UDFിലേക്ക് വന്നാൽ ഈ സീറ്റുകളൊക്കെ അവർക്ക് പിടിക്കാൻ കഴിയും, UDFന് പിടിക്കാൻ കഴിയും. ഭരണവിരുദ്ധ വികാരവും ഈ പറഞ്ഞതുപോലെ ക്രൈസ്തവരുടെ വലിയ പിന്തുണയുള്ള പാർട്ടിയാണ്. പള്ളിക്കാരാണ് തീർച്ചപ്പെടുത്തുന്നത് കേരള കോൺഗ്രസ് മാണി എവിടെ നിൽക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇപ്പോൾ സഭ ആവശ്യപ്പെടുന്നുണ്ട് മാണി ഇപ്പുറത്തേക്ക് UDFിലേക്ക് വരണം എന്നാവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് വളരെ ശക്തമാകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ തന്നെ UDFന് അനുകൂലമായി മാറും. പിന്നെ ഇടുക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടുക്കിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ 4 എണ്ണം LDF, 1 എണ്ണം UDF. 1 എണ്ണം UDFിനുള്ളത് തൊടുപുഴയിൽ നിന്ന് PJ ജോസഫ് ആണുള്ളത്. അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് തന്നെ തുടരും. PJ ജോസഫ് ഒരുപക്ഷെ തുടർന്നുള്ള ഇനി അങ്ങോട്ട് മത്സരിക്കാൻ സാധ്യതയില്ല. പിന്നെ ദേവികുളം മണ്ഡലത്തിൽ അവിടെ CPMലെ രാജയാണ്. രാജ വളരെ 2000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത്. അവിടെ മുൻപ് തുടർച്ചയായി വിജയിച്ചു വന്നുകൊണ്ടിരുന്ന CPMലെ രാജേന്ദ്രൻ പാർട്ടിയുമായി ഇടച്ചിലാണ് നിൽക്കുന്നത്. രാജേന്ദ്രൻ BJPയിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ BJP വോട്ടിൽ ഭിന്നത ഉണ്ടാകും. തമിഴ് വംശജർ കൂടുതലുള്ള ഇടമാണ് ദേവികുളവും മൂന്നാറും എന്നൊക്കെ പറയുന്നത്. അതുപോലെ പീരിമേട് CPIയുടെ സീറ്റാണ്. വാഴൂർ സോമനാണ്. മുമ്പ് ES ബിജിമോളായിരുന്നു അവിടെ നിന്ന് CPIയിൽ നിന്ന് വിജയിച്ചു വന്നത്. അപ്പോൾ 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് ഈ CPIക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. അത് ശക്തമായ സ്ഥാനാർത്ഥിയെ ഇറക്കി പ്രവർത്തനവും കൂടി ഉണ്ടെങ്കിൽ ആ മണ്ഡലവും തിരിച്ചു പിടിക്കാൻ പറ്റും. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ അവിടെ വലിയ ഒരു സ്ഥാനമുള്ള ഇടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 19 സീറ്റുണ്ട് ഈ 3 ജില്ലകളിലായിട്ട്. ഈ 3 ജില്ലകളിലായിട്ട് 19 സീറ്റുള്ളിടത്ത് ഒരു 14 സീറ്റെങ്കിലും കുറഞ്ഞത് UDFന് നേടിയെടുക്കാൻ കഴിയും എന്നാണ് പൊതുവെയുള്ള ഒരു കണക്ക് കൂട്ടൽ. പരമ്പരാഗതമായി UDFൻ്റെ അനുകൂലമായിട്ട് വരുന്ന ജില്ലകളാണിത്, ഓർക്കണം. അപ്പോൾ ഇതൊക്കെ ഇപ്പം പ്രത്യേകിച്ച് ഇവർക്കൊരു അനുകൂല സാഹചര്യം കൂടി നിൽക്കുന്നത് കൊണ്ട് ചില മണ്ഡലങ്ങളിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ട്. CPMന് ഈ 3 മണ്ഡലങ്ങളിലായിട്ട് വലിയ നഷ്ടവും സംഭവിക്കും.